ദക്ഷിണ ഡൽഹിയിൽ മുതിർന്ന IRS ഉദ്യോഗസ്ഥന്റെ 22-കാരിയായ മകളെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രാജസ്ഥാനിലെ ആൽവാർ സ്വദേശി രാഹുൽ മീണയെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ കൊള്ളയടിക്കുകയും കൊല്ലപ്പെട്ട യുവതിയുടെ വിരലടയാളം ഉപയോഗിച്ച് ബയോമെട്രിക് ഹോം ലോക്കർ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പ്രതിയുടെ മൊഴിയിൽ പറയുന്നു. ബുധനാഴ്ച രാവിലെയാണ് വീട്ടിൽ അതിക്രമിച്ചു കടന്ന പ്രതി കുറ്റകൃത്യം നടത്തുന്നത്. ഡൽഹി IITയിൽ നിന്ന് B.Tech നേടിയ ശേഷം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന യുവതി പ്രതിയുടെ ആക്രമണത്തിൽ രക്തം വാർന്ന് അബോധാവസ്ഥയിലായി. തുടർന്ന് യുവതിയെ വീടിന് മുകളിലെ പഠനമുറിയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് പ്രതി വലിച്ചിഴച്ചതായി പോലീസ് കണ്ടെത്തി. സുരക്ഷിതമായ ലോക്കർ തുറക്കാൻ അവളുടെ വിരലടയാളം ഉപയോഗിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പെൺകുട്ടിയുടെ വീട്ടിലെ ലോക്കർ ബയോമെട്രിക് സംവിധാനത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. യുവതിയെ ലോക്കർ ഇരുന്ന മുറിയിലെത്തിച്ച് അവളുടെ രക്തം പുരണ്ട വിരലുകൾ ഉപയോഗിച്ച് അത് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായി മീണ കുറ്റസമ്മതം നടത്തി. തുടർന്ന് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ലോക്കർ ബലമായി തുറന്ന പ്രതി പണവും ആഭരണങ്ങളും കവർന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബാഗിലാക്കി. ഇതിനോടകം യുവതി മരിച്ചിരുന്നു. തുടർന്ന് പ്രതി മൃതദേഹം തറയിൽ ഉപേക്ഷിച്ചു. തന്റെ പാന്റിലും ഷൂസിലും രക്തക്കറ കണ്ടതിനെ തുടർന്ന് ഇരയുടെ സഹോദരന്റെ വസ്ത്രങ്ങളും ചെരുപ്പും ധരിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്നും മൊഴിയിൽ പറയുന്നു. രാഹുൽ മീണ 8 മാസത്തോളം IRS ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് 6 ആഴ്ച മുൻപാണ് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയായ പ്രതി പലരിൽ നിന്നും പണം കടം വാങ്ങിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. മാതാപിതാക്കൾ ജിമ്മിൽ പോകുന്ന സമയവും വീടിന്റെ ഘടനയും പാസ്കോഡുകളും ഇയാൾക്ക് അറിയാമായിരുന്നു. മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുകയായിരുന്ന പെൺകുട്ടി സംഭവ സമയത്ത് വീട്ടിൽ തനിച്ചായിരുന്നു. CCTV ദൃശ്യങ്ങൾ പ്രകാരം ബുധനാഴ്ച രാവിലെ 6:28 മഞ്ഞ ഷർട്ടും കറുത്ത പാന്റും ധരിച്ചാണ് മീണ റെസിഡൻഷ്യൽ കോംപ്ലക്സിലെത്തിയത്. മുൻപ് അവിടെ ജോലി ചെയ്തിരുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. പഠനമുറിയിലെത്തിയ മീണ യുവതിയെ ശ്വാസം മുട്ടിച്ച് കീഴടക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ശക്തമായി എതിർത്തു. തുടർന്ന് അടുത്തുള്ള വിളക്കും മറ്റു ഭാരമുള്ള വസ്തുക്കളും ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. ഇതോടെ കടുത്ത രക്തസ്രാവം ഉണ്ടാവുകയും പെൺകുട്ടി അബോധാവസ്ഥയിലാവുകയുമായിരുന്നുവെന്നും പോലീസ് പറയുന്നു. അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചതായും പോലീസ് പറയുന്നു. ബലാത്സംഗം, കൊലപാതകം, കവർച്ച എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട പെൺകുട്ടി 12ാം ക്ലാസ്സിൽ അഖിലേന്ത്യാ തലത്തിൽ ടോപ്പറായിരുന്നു.